അസ്സലാമു അലൈക്കും. ഇസ്ലാമിക വിരുദ്ധർ രണ്ട് തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് കടുത്ത ഇസ്ലാം വിരോധം. ഇസ്ലാമിനോടും അതോടൊപ്പം മുസ്ലിമീങ്ങളോടുമുള്ള ആ കടുത്ത ഒരു വിരോധം അവർ വർഗീയതയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാം വിരോധം പറയുന്നവരാണ്. അതായത് തങ്ങളുടെ സ്വന്തം മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ സുഖിപ്പിക്കാൻ, അവരിൽ നിന്നും പണം സമ്പാദിക്കാൻ, അവരിൽ നിന്നും രാഷ്ട്രീയ ലാഭം നേടുവാൻ വേണ്ടി ഇസ്ലാം വിരോധം പറഞ്ഞു നടക്കുന്നവർ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പള്ളിയിലച്ഛനെ കുറിച്ചാണ്. മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഒരു പള്ളിയിലച്ഛൻ. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇദ്ദേഹം ആരാണെന്ന് വ്യക്തമായി കാണാം. ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുമൊക്കെയുണ്ട്. പള്ളിയിലച്ഛൻ എന്നതിലുപരി നല്ല മോട്ടിവേഷണൽ ക്ലാസ്സുകളും മറ്റുമൊക്കെ ഇദ്ദേഹം എടുക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. മുസ്ലിമീങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കരുത്, അതിന്റെ പിന്നിൽ അവർക്ക് എന്തൊക്കെയോ ഒരു പദ്ധതികൾ ഉണ്ട് എന്നാണ് ഈ പള്ളിയിലച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പ്രത്യേകിച്ച് തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നസ്രാനികൾ, ക്രിസ്തീയ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഒരു 40-40 വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവർ അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരങ്ങ് തീരുമാനിച്ചു. എല്ലാം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസ്രാനികൾ ആരും ഇവിടെ ഇല്ല, എല്ലാവരും പോയി. ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലതാനും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപെറുക്കി പോകുന്നില്ല. അവർ മാക്സിമം പോയ വെസ്റ്റ് ഏഷ്യ വരെ പോകും, അറേബ്യൻ രാജ്യങ്ങളിൽ വരെ. അവരവിടെ പോയിട്ട് വർഷാവർഷം കാശും കൊണ്ട് തിരിച്ചു വരും. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വാങ്ങാൻ പറ്റില്ല. അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ കുയിലും മുട്ടിടുന്ന പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരേ കുടുംബത്തിൽ തന്നെ 5, 8, 10 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് 2, 3, 4 ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇനിയും സ്ഥലം ആവശ്യമാണ്, കയ്യിൽ കാശുണ്ട്. അവർ ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ 8 ലക്ഷം രൂപയുടെ വീടിന് 16 ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് കത്തോലിക്ക സഭ മാത്രമല്ല, ഞാൻ പറയുന്ന സിറോ മലബാർ, മലങ്കര, ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല, ഇവിടെയുള്ള ഓർത്തഡോക്സ്, യാക്കോബിറ്റ്സ്, മർത്തോമൈറ്റ്സ്, പ്രിസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ലൂതറനിസ്റ്റ്, കാൽവിനിസ്റ്റ്, ഇൻഡിപെൻഡന്റ്, ഏജി എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇടവകയുടെ പരിസരത്ത് ഒരു 5-6 കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വിൽക്കാൻ നോക്കി മോഹ വില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്, കമ്മ്യൂണിറ്റി പ്രെയർ. അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഫാമിലി ആയിട്ടല്ല. മിനിമം 40 മച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക്. അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ട് വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ 40 മെച്ചുവർ ആണുങ്ങളുള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം. അടുത്ത എൻ്റെ ടാർഗറ്റ്, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണമെങ്കിൽ മിനിമം 40 കുടുംബങ്ങൾ വേണം. എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ, സ്വന്തക്കാരനെ, പരിചയക്കാരെ, ഇനി സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെയൊക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു 40 കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും. അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ്. നമ്മൾ നസ്രാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ, ഇച്ചിരി മോഹവില കിട്ടി വിറ്റ് പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം. ഇതൊരു വർഗീയതയൊന്നുമല്ല. എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ്. ഒരു മധുരമുള്ള വർഗീയത എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പറയുന്ന കാര്യങ്ങളിൽ വർഗീയത പതുക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു കടത്തി അത് മറ്റുള്ളവർക്ക് വർഗീയതയാണ് പറയുന്നത് എന്ന് തോന്നാതിരിക്കാനുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു വെക്കുന്നു. പറയുന്നത് മുഴുവനും പച്ച വർഗീയതയാണെന്ന് തന്നെ നിസ്സംശയം പറയാം. മുസ്ലിമീങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കരുത്, അങ്ങനെ വിറ്റുകഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മറ്റുമെല്ലാം പിന്നീട് വലിയ ദോഷമായി മാറാം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നിങ്ങൾ എത്ര തന്നെ ഇത് വർഗീയത അല്ല എന്ന് പറഞ്ഞാലും ഇത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പച്ചയായ വർഗീയത തന്നെയാണ്. അത് കേൾക്കുന്ന സാമാന്യവും ബോധവും ബുദ്ധിയുള്ള വ്യക്തികൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും വിഷം പുറത്തേക്ക് വരുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇദ്ദേഹം പച്ച നുണ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ 7 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്നത്. മൈക്കിലൂടെ താളത്തിൽ ഇദ്ദേഹം പുറന്തള്ളുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ശുദ്ധമായ വെറുപ്പ് തന്നെയാണ്. ഈ വെറുപ്പ് പടർത്തുന്നതിന് താഴെ അയാൾക്ക് അനുകൂലമായി വരുന്ന പിന്തുണയാണ് നാം ഏറെ ഭയപ്പെടേണ്ടത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് മുസ്ലിമീങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നതിനെതിരെയും അവർ വന്നാൽ പള്ളിയുണ്ടാക്കുമെന്നും പിന്നീട് മറ്റു മതസ്ഥർക്ക് സമാധാന ജീവിതം നശിക്കുമെന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഈ ക്രിസ്ത്യാനിയായ ഇദ്ദേഹം ഇത്രയും വെറുപ്പ് തുപ്പിയതിനു ശേഷം ഞാൻ വർഗീയതയൊന്നുമല്ല പറയുന്നത് എന്ന വാൽകഷ്ണം കൂടി കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം. നാനാ മതസ്ഥരും സമാധാനമായി ജീവിക്കുന്ന സമൂഹത്തിലേക്കാണ് ഇത്തരത്തിലുള്ള വർഗീയത പരാമർശങ്ങൾ ഇത്തരം ആളുകൾ നടത്തിവരുന്നത്. ദൈവസ്നേഹത്തെപ്പറ്റിയും മനുഷ്യരുടെ കാരുണ്യം ചൊരിയുന്നതിനെ പറ്റിയുമൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖമാണ് നിങ്ങൾ കണ്ടത്. മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നത് കൊണ്ട് ഇതിലൂടെ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വന്തം സമുദായത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് കാരണം മറ്റു സമുദായക്കാരാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് മാരിയോ ജോസഫ് എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടിവേഷണൽ സ്പീച്ചും അതോടൊപ്പം നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പണ്ട് മുസ്ലിം ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് സുലൈമാൻ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം ധാർമ്മിക ബിരുദം അങ്ങനെന്തോ ബിരുദമൊക്കെ എടുത്ത വ്യക്തിയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് വരികയും മാരിയോ ജോസഫ് എന്ന് പറയുന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി വിവാഹം കഴിക്കുകയും അങ്ങനെ ഇദ്ദേഹം ഒരു കുടുംബമായിട്ട് ഇപ്പോൾ ജീവിച്ചു പോവുകയാണ്. നമുക്ക് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇദ്ദേഹം കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ആ പ്രസംഗത്തിൽ ഇദ്ദേഹം മുസ്ലിമീങ്ങളെക്കുറിച്ച് കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. ആ നല്ല വാക്ക് പറഞ്ഞതിന് ശേഷം കാസ അടക്കമുള്ള ക്രിസംഗികൾ, അതായത് വർഗീയതയും വിദ്വേഷവും മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികളിലെ ചില വർഗീയ വിഷയങ്ങളായ ചില ആളുകൾ ഇദ്ദേഹത്തിനെതിരെ വളരെയധികം രൂക്ഷമായിക്കൊണ്ട് ഇദ്ദേഹം ജിഹാദിയാണ്, വർഗീയവാദിയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയെന്നുണ്ടായി. അതിനുശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വ്യസനത്തോടുകൂടി പ്രയാസത്തോടുകൂടി അന്ന് പൊട്ടിക്കരഞ്ഞൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്നും ചിന്തിക്കേണ്ട, ഞങ്ങൾ കത്തോലിക്കരാണ്, അബ്സല്യൂട്ട്ലി കത്തോലിക്കരായിരിക്കും മരിക്കുന്നത് വരെ. പിന്നെ എന്നെ കുറിച്ച് അറിയത്തില്ല, അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടേ. ഞാൻ ബോൺ ബ്രോട്ട് അപ്പ് സീറോ മലബാറാണ്, പാലക്കാരിയാണ്. കുടുംബം അമ്പൂരിലേക്ക് കുടിയേറിപ്പോയതാണ്. അരഞ്ഞാണിയിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. പാലാ മുത്തോലപുരം ആണ്. മുത്തോലപുരം തൊടുപുഴയൊക്കെ കുടുംബക്കാരുണ്ട്, അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്. അത്യാവശ്യം അറിയപ്പെടുന്ന ഫാമിലി തന്നെയാണ് അരഞ്ഞാണിയിൽ. അപ്പൊ പക്ക അച്ചായത്തി പെൺകുട്ടി തന്നെയാണ് കേട്ടോ. ഞാൻ ജിഹാദി എന്ന പേര് സ്വന്തം അപ്പനെ കുറിച്ച് മക്കളെ കേൾക്കേണ്ടി വരുന്നൊക്കെ അടുത്തുപോയി. അതുകൊണ്ട് വേണ്ട. കേട്ടില്ലേ, ഇതാണെന്ന് സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന, അതായത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തിവെക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയതയും വിദ്വേഷവും പേറി നടക്കുന്ന ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇദ്ദേഹം നടത്താൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചിത്രം കണ്ടില്ലേ, ഇത് പാണക്കാട് സാദിഖ് അലി തങ്ങളും അതോടൊപ്പം ഈ പറയപ്പെടുന്ന മാരിയോ ജോസഫും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒത്തുള്ള ഒരു ചിത്രമാണ്. ഒരു മുസ്ലിം പണ്ഡിതനായ ഇദ്ദേഹം ഇസ്ലാമിനോട് വിയോജിച്ച് ക്രിസ്തുമരത്തിൽ ചേർന്ന് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത് പാണക്കാട് തങ്ങൾക്ക് മാരിയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുവാൻ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണത്. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ മനോഹാരിത. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.